പോകാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുടെ പള്ളിയിലേക്ക് നടന്നു പോകുന്ന കാൽച്ചുവട്, അള്ളാഹുടെ പള്ളിയിലേക്ക് നടക്കുന്ന കാല്, അത് നാളെ സിറാത്ത് പെട്ടെന്ന് കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറയാ, വാപ്പ വണ്ടി പൊക്കോ വേണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ പള്ളിയുടെ മുന്നിലെത്താറാകുമ്പോ മക്കളോട് പറയണം, വണ്ടി നിർത്ത്, ഒരു 10 ചുവട്ടടി ഞാൻ നടക്കട്ടെ, ഒരു 10 ചുവട്ടടി ഞാൻ നടക്കട്ടെ. എന്നിട്ട് നിന്റെ കാലുകൊണ്ട് നീ പതുക്കെ നടന്ന് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഉസ്താദെ ഞാൻ പള്ളിയിൽ പോകുമ്പോ നടന്നുപോയി നിസ്കരിക്കും, ഒരു വക്കത്തെങ്കിലും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്കേ. പള്ളി പോകുന്നവരല്ലേ കൈ പൊക്കേണ്ടത്, നിസ്കരിക്കാത്തവനെന്ത് പൊക്കാരില്ലപ്പാ, പള്ളി കയറാത്തവനെന്ത് പൊക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാർ ചോദിക്കും, ഉസ്താദ് എന്തിനാ ഉസ്താദ് ഈ 5 വക്കത്ത് നിസ്കരിക്കണേ, വെള്ളിയാഴ്ച മാത്രം പോയാ പോരെ അല്ലേ, എന്തിനാ ഈ 5 വക്കത്ത് പള്ളിയിൽ പോണേ? ജഗന്നൂര് ചോദിച്ചോ അല്ലേ, എന്തിനാ ഉസ്താദ് 5 വക്കത്തൊക്കെ പോണേ? അത് ഈ പ്രായമുള്ള വാപ്പമാർക്കൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് യുവത്വമല്ലേ, യുവത്വം അല്ലേ, അങ്ങനെ നടക്കേണ്ടവരല്ലേ ഉസ്താദ്, ഞങ്ങളൊക്കെ ഇപ്പോഴേ പോണം, അതൊക്കെ പ്രായമാകണം. ഈ നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇപ്പത്തെ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുന്നത്, ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനോ? നിസ്കാരം ഒന്നല്ല പറയണേ, എക്സസൈസ് തന്നെ. ഇന്നത്തെ പുതിയ തലമുറ ചോദിക്കുന്നത്, ഈ എക്സസൈസ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? കളിയാക്ക, എക്സസൈസ് ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് എക്സസൈസ് അതന്നെ, ഇങ്ങനെ കുനിയാൻ നൂല, യോഗ അതന്നെ. പലരും ചോദിക്കുന്നു, എന്തിനാ ഉസ്താദ് ഈ എക്സസൈസ് ചെയ്യുന്ന, എന്തിനാ? പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പലരും ചോദിക്കുന്നു, നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? സ്വർഗവും നരകവും ഒക്കെ അവിടെ കിടക്കട്ടെ.